കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലെ തീപിടുത്തത്തിന് ശേഷം മരണം സ്ഥിരീകരിച്ച രോഗികളുടെ പോസ്റ്റ്മോർട്ടം നടത്തിയേക്കും. പുകയേറ്റാണ് രോഗികളുടെ മരണമെന്ന ബന്ധുക്കളുടെ പരാതിയെ തുടർന്നാണ് നടപടി. 3 പേർ ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്ന് ഇന്നലെ രാത്രി ടി സിദ്ദിഖ് MLA ആരോപിച്ചിരുന്നു. സംഭവത്തിന് ശേഷം 5 മൃതദേഹമാണ് മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നത്. എന്നാൽ പുകയെ തുടർന്നുള്ള മരണമല്ല ഇതെന്നാണ് മെഡിക്കൽ കോളേജിന്റെ പ്രതികരണം. സംഭവങ്ങൾ ചർച്ച ചെയ്യാൻ മെഡിക്കൽ ബോർഡ് ഇന്ന് യോഗം ചേരും. ഇല്ല, അത് ന്യൂറോ സർജറിയിൽ ആ ഡോക്ടേഴ്സ് കൂടെ പോയിട്ടുണ്ട്, ഫയർഫോഴ്സിന്റെ കൂടെ. അത് 4ാമത്തെ നിലയിലാണ്. അതിനെ ഷിഫ്റ്റ് ആക്കണമെന്ന് അവരോട് തീരുമാനിച്ച് പറയാൻ പറ്റും. ഇല്ല, അതുകൊണ്ട് അവരവിടെ നിൽക്കുന്നുണ്ട്. മാറ്റണം എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് മാറ്റം. അല്ല, അത് റെഡിയാക്കി. ഇല്ലെങ്കിൽ ഷിഫ്റ്റ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, അത് ഒരു തവണ എല്ലാ സ്ഥലത്തും ഇൻക്ലൂഡിംഗ് ലിഫ്റ്റ്, ബാത്റൂം, MRI, CT ഉള്ളിലൊക്കെ ചെക്ക് ചെയ്തു. ഡബിൾ ക്രോസ് ചെക്ക് ചെയ്യാൻ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാം ഒന്നുകൂടി റൗണ്ട്സ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആള് ഷിഫ്റ്റ് ചെയ്ത സ്ഥലത്ത് അവിടെ ഏറൊക്കെ എവിടെയാണ് ഷിഫ്റ്റ് ചെയ്ത് അവിടെയൊക്കെ പോയി നോക്കാൻ പറഞ്ഞിട്ട് എല്ലാ HODമാരോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഓർത്തോ HOD ഇവിടെ തന്നെയുണ്ട്. ഡോക്ടർ ജേക്കബ് ഉണ്ട്, ഡോക്ടർ ജയേഷ് മെഡിസിൻ HOD ഇവിടെയുണ്ട്. ബാക്കി കുറേ ഡോക്ടേഴ്സും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഷിഫ്റ്റ് ചെയ്ത പേഷ്യൻ്റൊക്കെ അവരോട് പോയി കാണാൻ പറ്റും കേട്ടോ. ശരി, അല്ല, ഇവിടുത്തെ ഷിഫ്റ്റ് ചെയ്ത കുറച്ച് പേര് മാത്രം പ്രൈവറ്റിൽ പോയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇവിടെയാണ്. ബാക്കിയൊക്കെ കോളേജിലെ പഴയ ബ്ലോക്കിലേക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ബ്ലോക്ക് TCCയിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. അനീഷ്, ഗുരുതരമായ ആരോപണമായിരുന്നു ഇന്നലെ ടി സിദ്ദിഖ് MLA ഉന്നയിച്ചത്. അത് 3 പേരുടെ മരണം ഈ അപകടത്തെ തുടർന്ന് ശ്വാസം കിട്ടാതെയാണെന്നാണ് പറഞ്ഞത്. ഈ ബന്ധുക്കളുടെ ആരോപണം എന്താണ്? മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത് ഈ മരണങ്ങൾക്കൊന്നും, ഈ 5 മരണങ്ങൾക്കും ഈ അപകടവുമായി ബന്ധമില്ല എന്നാണോ? ടി സിദ്ദിഖ് MLA ഇന്നലെ പറഞ്ഞത് നസീറ വയനാട് മേപ്പാട് സ്വദേശിനിയായ സ്ത്രീയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അവരെ വെന്റിലേറ്റർ നീക്കം ചെയ്തപ്പോഴാണ് മരണം സംഭവിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും നമുക്കൊപ്പം അവർ തന്നെ ഉണ്ട്. നമുക്ക് അവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. അവർ വയനാട്ടിൽ നിന്നുള്ള ആളുകളാണ്. ഇദ്ദേഹം ആ രോഗിയുടെ ഒപ്പം ആ സമയത്ത് ഉണ്ടായിരുന്ന ആളുമാണ്. അവരിലേക്ക് നമുക്ക് തിരിയാം. നമുക്ക് കൃത്യമായ കാര്യങ്ങൾ ചോദിക്കാം. എന്താണ് ഇന്നലെ അവിടെ എൻ്റെ സിസ്റ്റർ ICUലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു അവിടെ നിന്ന് ഒരു പൊട്ടലും ഇതൊക്കെ വന്നത്. അപ്പോൾ പിന്നെ ഭയങ്കര പുക ഇതൊക്കെ ആയിട്ട് വന്നു. പിന്നെ അപ്പോൾ എല്ലാവരെയും അവിടെ നിന്ന് വേഗം മാറ്റാൻ ആദ്യം കുറേ പേഷ്യൻറ്റിൻ്റെ കൂടെ കുറേ ആൾക്കാർ അവിടെ ഇരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ ഞങ്ങൾ വേഗം ഒരു സൈഡിൽ കൂടെ പുറത്തിറക്കി. അവിടെ അങ്ങനെ നോക്കുമ്പോൾ എമർജൻസി ഡോറിൽ ചെയിൻ വെച്ച് ലോക്ക് ചെയ്തൊക്കെയായിരുന്നു. അതൊന്ന് ചെയിൻ തുറന്ന് ഒരു ഡോറ തുറക്കാൻ പറ്റുകയുള്ളൂ. അതിൽ കൂടെ ആൾക്കാരെ ഇതാക്കി. പിന്നെ ICUലുള്ള പേഷ്യൻറ്റിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല ആ ഡോറിൽ കൂടെ. എന്നിട്ട് ഞങ്ങൾ ഇപ്പുറത്ത് കൂടെ പോയിട്ട് ഒരു ഡോറ് ചവിട്ടി എല്ലാവരും കൂടി ചവിട്ടി പൊളിച്ചിട്ടാണ് വെന്റിലേറ്ററിലുള്ള രോഗിനെയൊക്കെ ഇതാക്കിയത്. ഇങ്ങോട്ട് വന്നപ്പോൾ വെന്റിലേറ്ററൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത്. എന്നിട്ട് നേരെ എടുത്തിട്ട് മുറ്റത്ത് അവിടെ പുറത്ത് കൊണ്ടുപോയി വെക്കുന്നു. എന്നിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ആംബുലൻസ് വന്നിട്ട് ഇങ്ങോട്ട് ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അതുവരെ വെന്റിലേറ്റർ സഹായം ഇല്ലാതായിരുന്നു നിന്നത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നോർമലായി വരികയായിരുന്നു. വെന്റിലേറ്റർ കൊടുത്ത് നോർമലായി അതിൻ്റെ വരികയായിരുന്നു. അത് അതിൻ്റെ മുന്നേ കഞ്ഞി ജ്യൂസാക്കി കൊടുക്കാൻ പറഞ്ഞു. അതൊക്കെ കൊണ്ട് കൊടുത്തതായിരുന്നു. സ്പിഞ്ചിൽ ജ്യൂസ് ഇതിലാക്കി കൊടുത്തതായിരുന്നു. അതൊക്കെ കഴിച്ചതൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു റിക്കവറി ആയി വരുന്നുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അതിന് പെട്ടെന്നായിരുന്നു ഈ സംഭവിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മേലെ ICUലേക്കാണ് പിന്നെ വന്നത്. അപ്പോൾ ഓക്സിജൻ ഇത് ഇല്ലായിരുന്നു. അതുവരെ വെന്റിലേറ്റർ ഇതിൽ നിന്നിട്ട് പിന്നെ പെട്ടെന്ന് മാറ്റി. പിന്നെ ഞങ്ങൾ അവിടുന്ന് കൊണ്ടുവന്ന സിസ്റ്റർമാർ ഞങ്ങൾ ബലൂൺ ഇത് വെച്ചിട്ട് ഓക്സിജൻ കൊടുത്തിട്ടാണ് കൊടുക്കുന്നത്. ഇവിടെ എത്തിയപ്പോൾ അതിന് പൾസ് ലോ ആയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലപ്പം ചാൻസ് കുറവായിരിക്കും, BP ഇതൊക്കെ പൾസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ശ്രമിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു മാക്സിമം ഒരു അരമണിക്കൂറാവോളം ഇതായിട്ടുള്ളൂ. അതാണ് വന്നത്. അതെ, അത് കഴിഞ്ഞ് വെന്റിലേറ്റർ മാറ്റി വീണ്ടും ഇവിടെ കൊടുന്ന് വെന്റിലേറ്ററിലാക്കി. മേലെ ICUലേക്ക് കൊടുത്തിട്ട് വെന്റിലേറ്ററിൽ തന്നെ ഇതാക്കി. അപ്പോൾ തീരെ പൾസ് ഇതൊന്നും വരുന്നില്ലായിരുന്നു. വീണ്ടും കൊണ്ട് ഇവിടെ മേലെ ICUലേക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇതായി വരുന്ന ഇതുണ്ടായിരുന്നു. കുറച്ച് കയറി വന്നു എന്ന് പറഞ്ഞു ഡോക്ടർ. പൾസ് കയറി വന്നു. പിന്നെ പെട്ടെന്ന് ലോ ആയി. പിന്നെ അങ്ങോട്ട് എത്തുന്നില്ല പറഞ്ഞു. പിന്നെ മരുന്ന് അതെ അതുവരെ ഇതായിരുന്നു. അതുവരെ ഓക്കെ ആയിരുന്നു. അത്
മരുന്ന് ഇതൊക്കെ വാങ്ങിക്കൊടുത്ത് മരുന്ന് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ കഞ്ഞി ജ്യൂസ് ഇത് എന്തെങ്കിലും കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കഞ്ഞി ഞങ്ങൾ ജ്യൂസാക്കിയിട്ട് അവിടെ കൊണ്ടുവച്ചു. അത് കുടിച്ച് ഒരു 10-15 മിനിറ്റ് ആയിച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിക്കുന്നത്. അതെ, മറ്റാളുകൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ICUന്ന് ഞങ്ങൾ എല്ലാവരെയും പിടിച്ച് ഇതേപോലെ ഒരു ഇതിൽ കൂടെ കൊണ്ടിട്ട് ഇത് വെക്കായിരുന്നു. എല്ലാവരും നേരത്തെ എന്ത് ICUലുള്ള പേഷ്യൻറ്റിനൊക്കെ പുറത്ത് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാറില്ലേ? ഓക്സിജൻ കൊടുത്ത് തന്നെ പേഷ്യൻറ്റിനൊക്കെ പുറത്ത് കൊണ്ടുപോയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കും? ഞങ്ങൾ തന്നെ കൊടുക്കുന്നത് ഇതേപോലെ തന്നെ ഞങ്ങൾ കൊടുക്കുന്നത് എല്ലാവരും ഞങ്ങൾ ഇതേപോലെ ആ ഡോറ് പൊളിച്ചിട്ട് അവിടെ മെയിനായിട്ട് ഒരു എമർജൻസി ഡോർ ഇല്ല. അത് ഒരു ഡോർ ഒരു പേഷ്യൻറ്റിനെ കൊണ്ട് വെന്റിലേറ്ററിലുള്ള ഒരു പേഷ്യൻറ്റിന് ഒരു ആൾക്കാർക്ക് പോവാം. ഒരു പേഷ്യൻറ്റിനെ കൊണ്ട് പിന്നെ വീൽ ചെയർ വെച്ചിട്ട് വരാൻ പറ്റില്ല. ഒരു ഡോർ അടഞ്ഞു കിടക്കുകയാണ്, അത് തുറക്കാൻ പറ്റുന്നില്ല. ഒരു ഡോർ ഞാൻ നിങ്ങൾ ഇപ്പുറത്ത് കൂടെ ചവിട്ടി പൊളിച്ചിട്ടാണ് ആ ഡോർ കൂടെ കൊടുക്കുന്നത്. ആ ഡോർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വരണം. അപ്പോൾ ഇറങ്ങിയിട്ടാണ് വരുന്നത്. ഒരു പേഷ്യൻറ്റ് 4 ആൾ പിടിച്ചിട്ട് ICUത്തെ വീൽ ചെയർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയില്ല എങ്ങനെയാണ് അത് അതിൽ കൂടെ കൊണ്ടുവരാൻ കഴിയില്ല. അതിൽ കൂടെ എങ്ങനെയൊക്കെ പിടിച്ച് കൊടുത്തിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ആക്കിയിട്ടുള്ളത്. ഇല്ല, പറ്റില്ല. അവിടെ ഒരു ഇത് അടഞ്ഞു കിടക്കുകയാണ്. ഒരു ഡോർ കൂടെ അതിൽക്കൂടെ വീൽ ചെയർ വരില്ല. ഇപ്പുറത്തെ സൈഡിൽ കൂടെയാണ് ആ ഡോർ പൊളിച്ചിട്ടാണ് അതിൽക്കൂടെ വന്നത്. അതിന്റെ ഉള്ളിലിരിക്കുമ്പോൾ ഇടി മിന്നലിന്റെ അറിയില്ല. ഒരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ആ മഴ പെയ്തപ്പോഴാണ് ഞാൻ ഉള്ളിലേക്ക് കയറിപ്പോയത്. അവിടെ അതിലൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് കറണ്ട് പോയി വന്ന് കളിച്ചു. 2 വട്ടം കറണ്ട് പോയി. പിന്നെയാണ് ആ ഇത് വന്നത്. ഇത് പെട്ടെന്ന് അതായത് കാഷ്വാലിറ്റീൻ്റെ അവിടെ നിന്നാണ് വന്നത്. അവിടെയാണ് പെട്ടെന്ന് ഒരു പൊട്ടലും ഭയങ്കര പുകയും ഇതൊക്കെ ആയിട്ട് വന്നത്. കാഷ്വാലിറ്റി കഴിഞ്ഞ് കുറച്ചും ഇങ്ങോട്ട് വന്നാൽ ICUവിൻ്റെ ഡോർ ഇതാക്കാൻ പറ്റിയില്ല. അപ്പോഴത്തിന് പിന്നെ സിസ്റ്റർമാർ വരും, എല്ലാവരും കൂടി അവർ പുറത്തെ ഇതാക്കില്ല. അവർ വരുന്നില്ല പറഞ്ഞു. ആൾക്കാരെയൊക്കെ അവിടെ നിന്ന് വേഗം മാറ്റി. നടക്കാൻ പറ്റുന്നവർ ഇവരെയൊക്കെ എല്ലാവരും രോഗിൻ്റെ കൂടെയുള്ള ആൾക്കാരെയൊക്കെ വേഗം പുറത്തേക്ക് ഇറക്കിയിട്ട് പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് ഇങ്ങോട്ട് പിന്നെയും കയറി വന്നിട്ടാണ് ICUവിലുള്ള പേഷ്യൻറ്റിനെയും ഇവരെയൊക്കെ ഇറക്കിയത്. അവിടെ സെക്യൂരിറ്റി എന്നുള്ള ആൾക്കാരെ കണ്ടിട്ടില്ല. അവരില്ല അവിടെ. ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാരും സിസ്റ്റർമാരും അവർ നല്ല ഇതായിരുന്നു. അവരാണ് ഫുള്ള് ഇതാക്കി ഇങ്ങോട്ട് കൊണ്ടുവരാനും ഇതാക്കി രോഗിൻ്റെ കൂടെ നിൽക്കാനും ഇതാക്കി. അതിൽ തന്നെ 2 സിസ്റ്റർമാർക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. ഇത് ശ്വസിച്ച് കുഴഞ്ഞു വീഴുന്നതാണ്. ഒരാൾ എൻ്റെ മുന്നിൽ നിന്നാണ് കുഴഞ്ഞു വീണത്. അത്രയും മാറ്റാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. എല്ലാവരും എന്ന് ICU കിടക്കുന്ന രോഗിനെ എടുത്തിട്ട് മുറ്റത്ത് കൊണ്ടുവിട്ടാൽ എങ്ങനെ ഇരിക്കും? അത്ര കിട്ടിക്കൽ ഇരിക്കുന്ന ആൾക്കാരെ അതാണ് അവിടെ സംഭവിച്ചത്. വേറെ ബദൽ മാർഗം ഒന്നും കാണാൻ കഴിയുന്നില്ല. അതെ, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് കഞ്ഞി ഇതൊക്കെ കൊടുത്ത് ഒരു ഇതായി വരും. 1 മണിക്കൂറായിട്ട് ICUവിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ബെറ്ററായി വരും. അതുവരെ കാഷ്വാലിറ്റിയിലായിരുന്നു. ഒന്ന് ബെറ്ററായിട്ട് വരികയായിരുന്നു. അപ്പോഴാണ് മരുന്ന് കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞവരെ എല്ലാം മരുന്ന് വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ ആയിട്ടുള്ളൂ. പിന്നെ കഞ്ഞി കൊടുത്തിട്ട് കഞ്ഞി ജ്യൂസാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. അതും കൊടുത്തു കഴിഞ്ഞിട്ട് വലിയ കുഴപ്പമില്ലാതെ തന്നെ ഞാൻ ബന്ധുക്കളെയൊക്കെ പറഞ്ഞു വിട്ടു. ഞങ്ങൾ 2-3 പേരെ അവിടെ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ ആ സമയത്ത് പുറത്തായിരുന്നു. അപ്പോൾ നല്ലൊരു ചെറിയ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാഷ്വാലിറ്റിയിലുള്ള അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന ആളുകൾ മഴ കൊണ്ടിട്ടാണ് ഇതിനെ പുറത്ത് നിൽക്കുന്നത്. ആംബുലൻസ് ഉണ്ട്, പക്ഷേ അവിടെ പിന്നെ ഒന്നായിട്ട് ഈ ഒരു ഭീകരമായൊരു അന്തരീക്ഷമായിരുന്നു. എല്ലാവരും പേടിച്ചിങ്ങനെ നിൽക്കുന്ന. അപ്പോൾ ഒരു അനാസ്ഥ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ പറയുന്ന പുറത്തുനിന്ന് വന്ന രോഗികളുടെ കൂടെ നിൽക്കുന്ന ആളുകളാണ്. അതേപോലെ തന്നെ നഴ്സുമാർ ആത്മാർത്ഥമായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു 15 മിനിറ്റ് ടൈം, ആ ഒരു സമയം ആണ് ഇവരെ ഈ ശരിക്കും അവരെ ജീവൻ എടുക്കാനുള്ള ഒരു കാരണം. കാരണം അതിനുള്ള സംവിധാനങ്ങൾ ICUവിൽ വെന്റിലേറ്ററിലുള്ള ഒരു രോഗിനെ പുറത്തേക്ക് കൊണ്ടുപോയിട്ടാൽ സംഭവിക്കുന്നത് അത് ഇവിടെ ICUവിലേക്കാണ് മാറ്റുന്നത്. ഇവിടെ മറ്റൊരു ഇതിലേക്ക് ICUവിലേക്കാണ് മാറ്റുന്നത്. ICUവിൽ ഈ പറഞ്ഞ വെന്റിലേഷൻ സൗകര്യങ്ങളില്ല. അപ്പോൾ അതൊരു കാരണമാണ്. അവിടെ അതെ. അതെ. ഇല്ല, പിന്നെ വെന്റിലേറ്റർ കൊടുത്തു. പക്ഷെ ആ ഒരു ടൈം കൊണ്ട് എന്തായി, ഇവരെ പൾസ് പോയി. നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഡോക്ടർ നമ്മൾ വിളിച്ച് പറഞ്ഞു പൾസ് കിട്ടുന്നില്ല. നേരത്തെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിരുന്നു, പക്ഷെ ഇപ്പോൾ പൾസ് പറ്റ ലോ ആയി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ കുറേ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ആള് മരിച്ചു.
സാധ്യതയുണ്ട് കാരണം അവിടെ മറ്റു സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. ചെറിയ മഴ പെയ്യുന്നുണ്ട്, പിന്നെ പുറത്താണ് ഒരു ടൈം ഒരു ഷിഫ്റ്റ് ചെയ്യാനുള്ള ആ ഒരു സമയം ശരിക്കും ഇവരെ ഒരു ജീവൻ അപകടത്തിലായി. ശരി, ഇതാണ് ഈ രോഗികളുടെ ഒപ്പമുള്ള കൂട്ടിരിപ്പുകാർ പറയുന്നത്. കാരണം വെന്റിലേറ്റർ സൗകര്യത്തോടുകൂടി ജീവിച്ച് വന്നിരുന്ന ആളുകളാണ്, അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നവരാണ്. ഈ നസീറുടെ കാര്യത്തിലൊക്കെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരികയാണെന്നാണ് അവരുടെ ഒപ്പമുണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. പക്ഷേ അതിനുശേഷം ഈ വാതിലൊക്കെ ചവിട്ടി പൊളിച്ചാണ് ഈ രോഗികളെ, ഐസിയുവിലുള്ള രോഗികളെ താഴേക്ക് എത്തിക്കുന്നത്. പിന്നീട് അവിടെ നിന്നും 10 മിനിറ്റോളം എടുത്താണ് സുരക്ഷാ സംവിധാനങ്ങളിലുള്ള പാളിച്ച. ഒരു അപകടമുണ്ടായാൽ അതിനെ തരണം ചെയ്യാൻ വേണ്ട സൗകര്യങ്ങളോ സംവിധാനങ്ങളോ ഉള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന തരത്തിലോ ആയിരുന്നില്ല അവിടെ. ആ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ ഉണ്ടായ താമസം, പിന്നെ തിരിച്ച് ഈ പറയുന്ന പോലെ വെന്റിലേറ്റർ എന്ന് പറയുമ്പോൾ ജീവൻ നിലനിർത്താനുള്ള സംവിധാനമാണ്. ആ സംവിധാനത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് കുറച്ചു കഴിഞ്ഞ് തിരിച്ച് അത് കൊടുത്ത സമയത്തുണ്ടായ പ്രശ്നങ്ങൾ, ഇത് രണ്ടുമല്ലേ പ്രധാനമായും ഇങ്ങനെ ഈ ഒരു മരണത്തിലേക്ക് നയിച്ചത്? അങ്ങനെയല്ലേ ബന്ധുക്കൾ പറയുന്നത്? തീർച്ചയായും. കാരണം ഈ വെന്റിലേറ്റർ സഹായത്തോടുകൂടി ഒരു ജീവൻ നിലനിർത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ വെന്റിലേറ്റർ നീക്കുന്നത് പലപ്പോഴും ഏറെ ആലോചിച്ച് തീരുമാനമെടുത്ത ശേഷമാണ്. രോഗിയുടെ ആരോഗ്യനിലയൊക്കെ മെച്ചപ്പെട്ട് സ്വന്തമായി ശ്വസിക്കാൻ കഴിയുന്ന അവസ്ഥയിലാണ് വെന്റിലേറ്റർ സഹായം നീക്കുന്നതൊക്കെ. പക്ഷേ ഇവിടെ ഈ വെന്റിലേറ്റർ നീക്കുമ്പോൾ അത് രോഗിയെ പെട്ടെന്ന് പൾസ് കുറയുന്നതിന് കാരണമാവുന്നു. ഇവർ തന്നെ പറയുന്നു ആ വെന്റിലേറ്റർ സഹായത്തോടെ കഞ്ഞിയൊക്കെ കൊടുക്കാൻ പറഞ്ഞിരുന്നതാണ് അവരുടെ രോഗിക്ക് എന്ന്. അതിനുശേഷമാണ് പിന്നീട് ഈ അപകടം വരിക, കതക് പൊളിച്ചിറങ്ങുക, വെന്റിലേറ്റർ ആ സഹായത്തോടുകൂടി നിന്നും പ്രവർത്തനം മാറുക, പിന്നീട് വീണ്ടും ഒരു ഐസിയുവിലേക്ക് എത്തുകയും അവിടെ വെച്ച് വീണ്ടും വെന്റിലേറ്റർ ഘടിപ്പിക്കുകയും ചെയ്യുക. അപ്പോഴേക്കും പൾസൊക്കെ താഴ്ന്നു പോയിരുന്നു എന്ന് ഡോക്ടർമാർ പറയുന്നു. പിന്നീട് പെട്ടെന്ന് മരണം സ്ഥിരീകരിക്കുന്നു. അതുകൊണ്ട് ഐസിയുവിൽ വെന്റിലേറ്റർ സഹായത്തോടുകൂടി ജീവിച്ചിരുന്ന രോഗികളെ പെട്ടെന്ന് താഴേക്ക് മാറ്റുമ്പോൾ ഏതാണ്ട് 10-15 മിനിറ്റോളം അവർക്ക് വെന്റിലേറ്റർ സഹായമില്ലാതെ കഴിയേണ്ടി വരുന്നു. അത് ആരോഗ്യനില വഷളാക്കാനുള്ള സാധ്യതകൾ വളരെ വലിയ തോതിലാണ്. എന്തായാലും ആശുപത്രി അധികൃതരുടെ വാദങ്ങൾക്ക് അപ്പുറം ഈ സംഭവം നടന്ന ശേഷമാണ് ഈ നസീറ എന്ന രോഗിയുടെ മരണം സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യം ഇപ്പോൾ ഈ ബന്ധുക്കളുടെ വാക്കുകളിൽ തന്നെ വ്യക്തമായിരിക്കുന്നു. ശ്രീജ, ശരി. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇനി ഈ വിഷയത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. മെഡിക്കൽ ബോർഡൊക്കെ രൂപീകരിക്കുന്നുണ്ട്. ഈ മരണ സമയത്തെക്കുറിച്ചൊക്കെ അറിയാൻ ഡോക്ടർമാർ പറയുന്ന അവകാശവാദത്തിനപ്പുറത്ത് തന്നെ കൃത്യമായ ഒരു പരിശോധന, എപ്പോഴാണ് ഇവർക്ക് മരണം സംഭവിച്ചത്, എന്തുകൊണ്ട് ആ സമയത്ത് മരണം സംഭവിച്ചു, ഈ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, അവിടെ നിന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ വാതിൽ തുറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നൊക്കെ പറയുന്നത് വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഇവരെ പുറത്ത്, ഈ ബന്ധുക്കൾ ആരോപിക്കുന്ന പോലെ 10-15 മിനിറ്റ് അവരെ ICUവിലെ വെറുതെ പ്രവേശിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്ന് വെന്റിലേറ്റർ സപ്പോർട്ട് തിരിച്ചു കൊടുക്കുക, ഇതിനിടയിൽ വീഴ്ച സംഭവിച്ചതാണോ മരണത്തിനിടയാക്കിയത്? അങ്ങനെ ഇത്രയും ചോദ്യങ്ങൾക്ക് മെഡിക്കൽ കോളേജ് അധികൃതർ ഉത്തരം പറയേണ്ടി വരും. മെഡിക്കൽ കോളേജ് അധികൃതർ ഇപ്പോഴും പറയുന്നത് 3 മരണം സംഭവിച്ചത് ഈ അപകടം ഉണ്ടാവുന്നതിന് മുൻപാണെന്നാണ്. എന്തായാലും ഇന്നത്തെ ദിവസം അതിൽ വിശദമായ ഒരു അന്വേഷണം ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ അന്വേഷണത്തിൽ മാത്രമേ ഇതിൽ കൃത്യമായ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ കഴിയും.